നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ എം ജാഫർ ഖാൻ, ബഹുമാന്യനായ മുൻ MLA, KPCC ജനറൽ സെക്രട്ടറി ശ്രീ KS ശബരിനാഥൻ അവർ, അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ AP സുനിൽ, മറ്റ് ബഹുമാന്യരായ ഭാരവാഹികൾ, അസോസിയേഷൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പ്രതിനിധികളെ, സഹപ്രവർത്തകർ, കേരള NGO അസോസിയേഷൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു സുവർണ ജൂബിലി സമാപന സമ്മേളനം നടക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വെളിപ്പാടകലെയാണ്. ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ നിർണായകമായിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഈ ഇലക്ഷൻ്റെ വിജയം നമ്മളെല്ലാം സംബന്ധിച്ച്, കേരളത്തിൻ്റെ ജനാധിപത്യത്തെ സംബന്ധിച്ച് തന്നെ അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലവിലുള്ള ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള എതിരെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. സാധാരണക്കാർക്കിടയിലും ജീവനക്കാർക്കിടയിലും എല്ലാം തന്നെ കേരളത്തെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ ജനവികാരമുണ്ട്. പക്ഷേ ഈ ജനവികാരത്തെ മറികടന്ന് അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള എല്ലാ കൃത്രിമങ്ങളും നിലവിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല. ഇന്നലെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടിക പുറത്തു വന്നു, അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ അന്തിമ വോട്ടർ പട്ടിക ഇന്നലെ പുറത്തു വന്നപ്പോൾ അത് പരിശോധിച്ച് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പാർട്ടി ഘടകങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വളരെ ആസൂത്രിതമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാർ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള കൃത്രിമം നടത്തി എന്നത് ഒരു വസ്തുതയാണ്. ആലപ്പുഴ നഗരസഭയിൽ എന്നോട് അല്പം മുമ്പ് സംസാരിച്ച സഹപ്രവർത്തകർ പറഞ്ഞത്, ഒരു വാർഡിൽ ആദ്യഘട്ടത്തിൽ തന്നെ 100-600 വോട്ടുകൾ നമുക്ക് ഭൂരിപക്ഷമുള്ളൊരു വാർഡിൽ നിന്നും മാറ്റിക്കൊണ്ടു പോയതിനെക്കുറിച്ച് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം അന്തിമ വോട്ടർ പട്ടികയിൽ പരിഹരിക്കപ്പെടും എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത്. പക്ഷെ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ നമ്മൾ ഉന്നയിച്ച പരാതിയിൽ കുറേ എണ്ണം പരിഹരിച്ചെങ്കിലും വീണ്ടും ഒരു 300ഓളം വോട്ടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടും അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടും ആ കൃത്രിമം നടത്തുന്ന ശ്രമങ്ങൾ ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് വളരെ ശക്തമായ കൃത്രിമങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ശ്രമിക്കും. BLOമാരായി നിയമിക്കപ്പെടുന്നവർ, ഇലക്ട്രൽ ഓഫീസർമാരായി നിയമിക്കപ്പെടുന്നവർ, ഇവിടെ എല്ലാം തന്നെ വലിയ കൃത്രിമങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ പ്രതിരോധിക്കേണ്ട, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ഫലപ്രദമായി ഇടപെടേണ്ട സംഘടന NGO അസോസിയേഷനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി ആ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ ശ്രമങ്ങൾക്കൊപ്പം ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരുടെ പിന്തുണ കൂടി പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. NGO അസോസിയേഷൻ ഒരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ കുറേ നാളത്തെ ഒരു മരവിപ്പിന് ശേഷം വീണ്ടും ഒരു പുതിയ മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ ബഹുമാന്യനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഭൂതകാലം എന്നത് മറക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് മുന്നോട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ പഴയ മുറിവുകളെല്ലാം ഉണക്കി ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നമ്മുടെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുവാൻ, നാടിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ NGO അസോസിയേഷൻ്റെ സഹപ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പാർട്ടിയോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വളരെ നല്ലൊരു ടീം ഒരുമിച്ച് നിന്ന് ശക്തമായി തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള പോരാട്ടത്തിനായി ഒരുമിച്ചുണ്ടാകണം. ഇവിടെ ഞാൻ വിരമിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സംസാരിച്ചു. ഇവരെല്ലാവരും തന്നെ, വിരമിച്ചവരിൽ പലരും തന്നെ ഇപ്പോൾ തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ്. ചിലരൊക്കെ മണ്ഡലം പ്രസിഡന്റുമാരായി, ചിലരൊക്കെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ്,
അപ്പോൾ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്ന നിരവധി പേരുണ്ട്. ഇതെല്ലാം ശുഭസൂചനകളാണ്. ഞാൻ ഓർക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഞാൻ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളന്ന് ജില്ലയിലൊരു തീരുമാനമെടുത്തു. NG അസോസിയേഷൻ്റെ ഇതുവരെ വിരമിച്ച നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് അന്നത്തെ മുഴുവൻ പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായി നോമിനേറ്റ് ചെയ്യാൻ ഒരു തീരുമാനമാണ് അതിലെടുത്തത്. അന്ന് ഞങ്ങളത് ആലപ്പുഴയിൽ നടപ്പിലാക്കിയിരുന്നു. എനിക്ക് വളരെ ഉറപ്പുണ്ട് NG അസോസിയേഷൻ്റെ ഈ ഒരു ചട്ടക്കൂടിലൂടെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം നടത്തി വന്ന സഹപ്രവർത്തകർ പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ്. ഇനിയും അങ്ങനെയായിരിക്കും. വിരമിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ മാതൃപ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്ക് ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു. NG അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസയും പിന്തുണയും നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.